കാസർഗോഡ് കാഞ്ഞങ്ങാട് സിനിമാ ടിക്കറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടന്നതായി പരാതി. ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമാ തിയേറ്റർ കാലിയാക്കുകയും 1,00,000 രൂപ നഷ്ടം വരുത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ കാഞ്ഞങ്ങാട് VGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, കാഞ്ഞങ്ങാട് നിന്നാണ് ഇത്തരത്തിലൊരു ഓൺലൈൻ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വരുന്നത്. അതായത് സംസ്ഥാനത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടക്കുന്നതെന്നാണ് കരുതുന്നത്. എന്തായാലും സമീപത്തെ കാഞ്ഞങ്ങാട് തന്നെയുള്ള മറ്റൊരു ദീപ്തി സിനിമാസിന്റെ ഉടമയായിട്ടുള്ള രാജ്കുമാറാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന രേഖാചിത്രം എന്നൊരു സിനിമ, ആ സിനിമയ്ക്ക് ടിക്കറ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ മുഴുവൻ ടിക്കറ്റും ബുക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ തിയേറ്ററിൽ ആരും എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് പുറത്തായത്. അതായത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഈ മുഴുവൻ ടിക്കറ്റുകളും ഒരാൾ ബുക്ക് ചെയ്യുന്നു. 9 മിനിറ്റിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി റദ്ദാകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പുറമെ നിന്നുള്ള ഒരാൾക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. തിയേറ്റർ മുഴുവൻ സീറ്റും ബുക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇവർ പണം അടയ്ക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ 9 മിനിറ്റ് കഴിയുമ്പോൾ ഈ ടിക്കറ്റ് റദ്ദാകുന്ന സാഹചര്യമാണ്. പിന്നീട് 9 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഈ സമാന ദൗത്യം പിന്നെയും ആരംഭിക്കും. അങ്ങനെ ഓരോ 9 മിനിറ്റിന്റെ ഇടവേളകളിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അത് ഓട്ടോമാറ്റിക്കലി പണം അടയ്ക്കാത്തത് കൊണ്ട് റദ്ദാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ രേഖാചിത്രം എന്ന സിനിമയുടെ ഒരു ദിവസം മോർണിംഗ് ഷോയും മാറ്റിനിയുമാണ് മുഴുവനും മുടങ്ങിയത്. അതായത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ പോലും മുഴുവൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. പക്ഷെ ആരും എത്താത്തൊരു സാഹചര്യമാണ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ ഈ ഒരു തട്ടിപ്പ് നടന്നതായി മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ, ക്ഷമിക്കണം, സൈബർ ക്രൈമിന്റെ ടീമിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് പുറത്താക്കിയത്. എന്തായാലും സമീപത്തെ ഒരു തിയേറ്റർ ഉടമയ്ക്കെതിരെയാണ് പരാതി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അവരെന്തായാലും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നടത്തുന്നത്. ഇത് ആപ്ലിക്കേഷനിൽ ഒരു ന്യൂനത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ പലപ്പോഴും പലരും ഈ ടിക്കറ്റ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ബസ്സുകളിലും അതുപോലെ തിയേറ്ററുകളിലും ഒക്കെ ബുക്ക് ചെയ്യാറുണ്ട്. സമാന രീതിയിൽ ഈ ബസ് ഉടമകളും അല്ലെങ്കിൽ മറ്റ് തിയേറ്റർ ഉടമകളും ഇത്തരത്തിൽ ഈ ആപ്ലിക്കേഷൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാസർഗോഡ് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബുക്ക് മൈ ഷോ ആപ്പ് ഉപയോഗിച്ച് അതിന്റെ ന്യൂനത മനസ്സിലാക്കി സമീപ തിയേറ്ററുകാരനായ ഒരാൾക്കെതിരെ ഇത്തരത്തിൽ ചാരപ്രവൃത്തി നടത്തിയിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ നികുതി ലഭിക്കേണ്ടതാണ് സർക്കാരിനും, അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കും ഇതിന്റെ എല്ലാം റവന്യൂ ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ റവന്യൂ ഒക്കെ മുടക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പ് എത്രയും വേഗം പിടികൂടണമെന്നുള്ള ആവശ്യം കൂടി ഈ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായി വരുന്നുണ്ട്. ഹരിത. ജോസഫ്, അതേസമയം തന്നെ ഇതിന് മുന്നേയും ഇയാൾ ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഹരിത, ആ കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ തട്ടിപ്പ് പുറത്താകുന്നത്, അതായത് ഒരു ഷോയ്ക്ക് ആരും വന്നില്ല എന്നുള്ളതാണ്. അതായത് 2 ആഴ്ച മുമ്പ് രേഖാചിത്രം എന്നൊരു സിനിമയ്ക്ക് മോർണിംഗ് ഷോയിലും ഈ മാറ്റിനിക്കും ആരും വന്നില്ല. അതേസമയം ഈ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ മുഴുവൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യമാണ് ഇവരെ ഈ സംശയത്തിലേക്ക് എത്തിച്ചത്. ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും അവർ ഈ സംശയത്തിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു എന്നാണ് ഈ തിയേറ്റർ ഉടമയോട് സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇവർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പറ്റം തിയേറ്റർ ഉടമകളും ഈ രാജ്കുമാറിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. കാരണം സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതൊരിക്കലും ഗുണകരമല്ല. ആരോഗ്യപരമായിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് ഉണ്ടാവേണ്ടത്, മത്സരമാണ് ഉണ്ടാകേണ്ടത്. അതിന് പകരം ഇത്തരത്തിൽ ചാരപ്രവർത്തികൾ നടത്തുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നത് അതൊരു വ്യവസായത്തെ ആകെ മൊത്തം ബാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഈ ഒരു സംഭവത്തിലാണ് ഇവർ പ്രത്യേകമായി ഈ സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ ഇത് കണ്ടെത്താൻ സാധിച്ചത്. അതുവരെ ഇതൊരു സാധാരണ സംഭവമായി
സെർവറിന്റെ കംപ്ലൈന്റ് ആയിട്ടാണ് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഇത്തരത്തിൽ ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 1,00,000 രൂപയോളം ഈ ഉടമയ്ക്ക് നഷ്ടമായതായിട്ടാണ് പരാതിപ്പെടുന്നത്. ഇവർക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പോലും ഒരു ടിക്കറ്റും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഈ മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ മുഴുവൻ ടിക്കറ്റുകളും സെയിലായി പോയതായി കാണിക്കുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ എത്തുമ്പോൾ അവർക്ക് പോലും ഈ ടിക്കറ്റ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അത് ഈ സമാന രീതിയിൽ ഈ കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. അതിനുവേണ്ടി പ്രത്യേക ടീമുകളൊക്കെ തയ്യാറാക്കി ഇത്തരത്തിൽ കൂടുതൽ പരാതികൾ ലഭിച്ചെങ്കിൽ അത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ, അതായത് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കേസിൽ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ ഇത്തരത്തിൽ ബുക്ക് മൈ ഷോ ആപ്പിന്റെ ന്യൂനത മനസ്സിലാക്കിക്കൊണ്ട് തട്ടിപ്പ് നടന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ജോസഫ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി